ഒരിക്കൽ കൂടെ നമ്മുടെ രക്ഷകനും കർത്താവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. നോക്ക്, പിന്നെ എന്റെ ഒരു ഉദ്ദേശം ഇത്രയുമേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒരു ദിവസം ഭൂമി വിട്ടുപോകും. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഈ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരും. നാളെ ലോകം അവസാനിക്കും. എന്നാൽ കർത്താവ് പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകത്തില്ല. നോക്ക്, പിന്നെ നമ്മളെല്ലാവരും എന്നേക്കും ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരണത്തെ ജയിക്കണമെന്നും ആ മരണത്തെ ജയിച്ച യേശുക്രിസ്തുവിന്റെ കൂടെ നാമും നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം നിങ്ങളോട് അറിയിക്കുന്ന അത്ര സുവിശേഷം. ഒരിക്കൽ കൂടെ പറയാം, നാം എല്ലാവരും ഭൂമിയിൽ നാളെ മരിക്കുന്നതിനപ്പുറം പ്രിയപ്പെട്ടവരെ മറ്റൊരു മരണം കൂടെ നമ്മളെ കാത്തിരിക്കുന്നത് കൊണ്ടും, എന്നാൽ ദൈവം നമ്മളെ പറ്റിയുള്ള ആഗ്രഹം നമ്മൾ ആരും നശിച്ചു പോകാതിരിക്കണം എന്നുള്ളതായിരിക്കുന്നത് കൊണ്ടും. കാരണം ദൈവം പിതാവാണ്, അപ്പനാണ്. അപ്പന്റെ സ്നേഹം എന്താണ്? ഒരു കുഞ്ഞെങ്കിലും നശിച്ചു പോകാൻ അപ്പൻ ആഗ്രഹിക്കാത്തതുപോലെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം എന്നതത്രേ ദൈവത്തിന്റെ ഇഷ്ടം. അതായത് തന്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നേക്കും ജീവിക്കുന്ന, എന്നേക്കും നിലനിൽക്കുന്ന ജീവന്. നോക്ക്, മനുഷ്യന്റെ ജീവൻ എന്നേക്കും നിലനിൽക്കത്തില്ല. നമ്മൾ മരണം വഴിയായിട്ട് ഈ ഭൂമിയിൽ മാറ്റപ്പെടുന്നതോടെ നമ്മുടെ ജീവൻ തീർന്നു പോവുകയാണ്. അതായത് 50, 60, 70, 80 വർഷം മാത്രമുള്ള ഈ മനുഷ്യന്റെ ജീവനോട് അവസാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മരണമില്ലാത്ത ഒരു ജീവൻ നമുക്ക് വേണമെങ്കിൽ അത് ദൈവത്തിന്റെ ജീവനാണ്. അതിന് മരണമില്ല, അത് എന്നേക്കും ജീവിക്കുന്നതാണ്. ആ ജീവൻ നമ്മളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ നമ്മൾ അംഗീകരിക്കണം. ഇത്രയും ഇവിടുത്തെ വാദമുള്ളൂ. കാരണം എന്താണ്? തെളിവെന്താണ്? യേശുക്രിസ്തു മരിച്ചുവെങ്കിലും ചരിത്രപരമായിട്ട് അടക്കപ്പെട്ടുവെങ്കിലും ഈ ഭൂമിയിൽ മരണത്തെ ജയിച്ച ഏക പുരുഷൻ യേശുക്രിസ്തു ആയതുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അന്ന് ലാസറിന്റെ കല്ലറയില് ലാസറിനെ അടക്കി. ആ ദൈവ യേശുക്രിസ്തുവിന്റെ സ്നേഹിതനായിരിക്കുന്ന ലാസർ മരിച്ചുപോയി. അവനെ കല്ലറയിൽ അടക്കം ചെയ്തു. എന്നാൽ അവൻ ആ അടക്കം കഴിഞ്ഞ് 4ാമത്തെ ദിവസം അവിടെ ചെല്ലുമ്പോൾ ആ ലാസറിന്റെ സഹോദരിയായിരിക്കുന്ന മാർത്തയും മറിയയും അവർ കരഞ്ഞുകൊണ്ട് കർത്താവിന്റെ അടുക്കൽ നിന്നുകൊണ്ട് മാർത്ത ഇങ്ങനെ പറയുന്നുണ്ടോ, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, മരണം മാത്രമല്ല പല അനർത്ഥങ്ങളും നമ്മളിൽ നിന്ന് മാറ്റപ്പെടും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിന്. നിങ്ങൾ അനുഭവിക്കുന്ന അനേക കഷ്ടനഷ്ടങ്ങള്, അനേക വേദനകള് യേശുക്രിസ്തുവിന് നിങ്ങളുടെ കൂടെ താമസിപ്പാൻ നിങ്ങൾ അനുവദിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും കിട്ടുമായിരുന്നു. അപ്പോൾ മാർത്ത പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ, ആദ്യം ഇങ്ങനെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. നോക്ക് പ്രിയപ്പെട്ടവരെ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കത്തില്ലെന്ന് പറഞ്ഞ കർത്താവ് ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു മരണം ലോകത്തിൽ കാണാൻ കഴിയും. നമ്മുടെ ശാരീരികമായിരിക്കുന്ന മരണമാണ്. കർത്താവ് പറഞ്ഞു, ഇങ്ങനെ ശരീരത്തിൽ നമ്മൾ മരിച്ച് നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടാലും എന്നിൽ വിശ്വസിച്ചുകൊണ്ടാണ് നീ മരിക്കുന്നതെങ്കിൽ ഞാൻ നിന്നെ ജീവിപ്പിച്ച് എഴുന്നേൽപ്പിക്കാമെന്നാണ് എന്റെ അർത്ഥം. മരിച്ചാലും ജീവിക്കും. എന്നാൽ പിന്നെ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നിന്റെ ആത്മാവ് പ്രിയപ്പെട്ടവരെ, അത് നരകത്തിലേക്ക് പോകത്തില്ല, അത് എന്നേക്കും ജീവിക്കുന്നതാണ്. ആത്മാവിന്റെയും ശരീരത്തിന്റെയും വീണ്ടെടുപ്പാണ് അവിടെ പറയുന്നത്. നമ്മുടെ ആത്മാവും ശരീരവും ദൈവം വീണ്ടെടുത്ത് തരുമെന്നാണ് പറഞ്ഞത്. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നഷ്ടപ്പെടാതെ ഇന്ന് നിങ്ങളെ തീക്കാത്തിട്ട് കൊന്നാലും, ഇന്ന് നിങ്ങളെ വെട്ടിക്കൊന്നാലും, നിങ്ങളെ കുഴിച്ചു മൂടിയാലും, അന്ന് കാലാവസാനത്തിങ്കൽ അല്ലെങ്കിൽ ന്യായവിധി ദിവസം നിങ്ങളെ ഞാൻ, അല്ലെങ്കിൽ എന്റെ പ്രത്യക്ഷ ദിവസം നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങളുടെ തലയില് നിങ്ങൾ മരിക്കുമ്പോൾ എത്ര മുടി ഉണ്ടായിരുന്നുവോ അതിൽ ഒരെണ്ണം പോലും നഷ്ടപ്പെടാതെ മടക്കി തരുന്ന പൂർവ്വ ശക്തിയുള്ള ഒരു ശരീരം നമുക്ക് നൽകി തരാമെന്ന് വാഗ്ദത്തമുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. നമ്മുടെ ഈ ശരീരവും നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് യേശുക്രിസ്തുവിൽ സാധ്യമാണ്. നാളെ ലോകം അവസാനിക്കും പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിക്കും പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മടങ്ങി വരും പ്രിയപ്പെട്ടവരെ. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം എന്നുള്ള വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ നോക്കുവിന്, നമുക്കിങ്ങനെ ഉയരങ്ങളിലേക്ക് വീണ്ടും പ്രവേശിക്കണമെങ്കിൽ, എന്നേക്കും ജീവിക്കുന്ന ദൈവത്തോടു കൂടെ നാമും മരണത്തെ ജയിച്ച് ജീവിക്കണമെങ്കിൽ നമുക്കൊരു പ്രത്യാശ
പ്രത്യാശ വേണ്ടയോ? ആ പ്രത്യാശ പാപമോചനത്തിൽ നിന്നുളവാകുന്നതാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പാപമോചനമല്ലയോ? നിരവധിയായിരിക്കുന്ന പ്രസംഗം വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു. ഏകദേശം മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു പ്രസംഗത്തിനായിട്ട് ഞാൻ ഇവിടെ വരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നും എന്റെ തീം എന്താണ്? എന്റെ ലക്ഷ്യം എന്താണ്? പാപമോചനമാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ദൈവം വിശുദ്ധനായതുകൊണ്ട് പാപികളായിരിക്കും നമുക്ക് ദൈവത്തോടു കൂടെ ജീവിപ്പാൻ കഴിയത്തില്ല. ആകയാൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു പാപമോചനം നിങ്ങൾ നേടണം. നിങ്ങൾ മരണത്തെ ജയിക്കണം, പാപത്തെ ജയിക്കണം. നമ്മളെ ചങ്ങലകളാൽ ബന്ധിച്ച് പാപം ചെയ്യിച്ച് നരകത്തിലേക്ക് തള്ളിക്കളഞ്ഞ സാത്താന്റെ ചങ്ങലകളെ അറുത്ത് കളയണം. എല്ലാ ശാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റം വരണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇനി അതിനുവേണ്ടി എന്നാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുമ്പോൾ ചെറിയ പ്രസംഗമാണ്. നമ്മുടെ പാപങ്ങളും നമ്മുടെ രോഗങ്ങളും നമ്മുടെ ശാപങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മുടെ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു വഹിച്ച് അത് നമുക്ക് പകരക്കാരനായിട്ട് അനുഭവിച്ച് തീർത്തത് വഴി, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവൻ അനുഭവിച്ച് തീർന്നത് വഴി 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപത്തിന്റെ കടച്ചീട്ട് കീറിക്കളഞ്ഞതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശാപം അവൻ മുറിച്ചു മാറ്റിയതാണ്. അത് വിശ്വസിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് കുടുംബപരമായിരിക്കുന്ന ശാപങ്ങളുടെ അണ്ടറിൽ നിങ്ങൾ ഇപ്പോഴും കിടക്കുന്നത്. ഇന്നും വിവിധമായിരിക്കുന്ന മതപുരോഹിതന്മാർ വന്ന് നിങ്ങളെ വഞ്ചിക്കും. നിങ്ങൾ ശാപത്തിന്റെ കീഴിലാണ്, നിങ്ങളുടെ പാരമ്പര്യം നിങ്ങൾക്ക് പ്രശ്നമാണ്. ഇല്ല പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ശാപം മുറിച്ചു കളഞ്ഞതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിച്ചതാണ്. അത് വിശ്വസിക്കുന്ന മാത്രയിൽ നിനക്ക് സമാധാനം വരും. എത്ര സിമ്പിൾ ആയിട്ടാണ് ദൈവം നമ്മളെ സഹായിക്കുന്നത്, എത്ര സിമ്പിൾ ആയിട്ടാണ് ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത് നോക്കും പ്രിയപ്പെട്ടവരെ. അതൊന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ പാപമോചനം സൗജന്യമാണ്. നിങ്ങളുടെ പണം പുരോഹിതന്മാരോ മന്ത്രവാദികളോ കൊണ്ടുപോകുമായിരുന്നില്ല. എല്ലാ മതത്തിന്റെ പുരോഹിതന്മാരും നിങ്ങളെ വഞ്ചിക്കത്തില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസ തലത്തിലെ നീതീകരണം എന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ആ ക്രൂശിലേക്കൊന്ന് നോക്കിക്കേ. നിങ്ങളുടെ ചിന്തകളെ ഒരിക്കൽ കൂടെ ക്രൂശിലേക്ക് ഞങ്ങൾ തിരിക്കുകയാണ്. ദുഃഖവെള്ളിയാഴ്ച കാണുന്ന ഒരു കാര്യമല്ല ഞാൻ സംസാരിക്കുന്ന പ്രിയപ്പെട്ടവരെ. ആ ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ അവനെ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് അടിയേറ്റ് തകർക്കപ്പെട്ടവനായിട്ട് ഒരുവൻ കിടക്കുന്നത് കണ്ടുപോകും. അവന്റെ ശരീരം മുഴുവൻ എന്താണ്? പിഞ്ചിയിരിക്കുന്നു. ആ ദുഷ്ടന്മാരുടെ അടികളേറ്റ് തകർക്കപ്പെട്ട് അവന്റെ അസ്ഥികളിൽ നിന്ന് മാംസങ്ങൾ വേർപിരിയുമ്പോഴേയും അവനെ തല്ലി. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവനേറ്റതാണ്. അത് വിശ്വസിച്ചാൽ നീ ഇനി പാപത്തിന്റെ ശിക്ഷ ഏൽക്കണ്ട. കാരണം ഒരു തെറ്റിന് 2 പേരെ ദൈവം ശിക്ഷിക്കത്തില്ല, നമ്മുടെ കോടതി പോലും ശിക്ഷിക്കത്തില്ല. ഞാനൊരു കൊലപാതകം ചെയ്തെന്ന് കൂട്ടിക്കോ, തെളിവ് എനിക്ക് അനുകൂലമായിരുന്നു, എന്നാൽ മറ്റൊരുവന് അത് ചെയ്യാത്ത ഒരു വ്യക്തിയെ ആ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഇല്ലാത്ത കേസ് അവന്റെ മേൽ ചുമത്തി കോടതി അവനെ തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ ഇനി ഈ തെറ്റിന് എന്നെ ശിക്ഷിക്കാൻ ഒരു കോടതിക്കും അധികാരമില്ല. പ്രിയപ്പെട്ടവരെ, അവണ്ണം യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നത് വഴി 2000 വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് പകരക്കാരനായിട്ട് പാപത്തിന്റെ ശിക്ഷ മരണം ഏറ്റത് വഴി ഇനി അതിൽ വിശ്വസിക്കുന്നവർക്ക് ആ മരണത്തിലേക്ക് കടന്നു പോകേണ്ട ആവശ്യമില്ല. ഇനി ദൈവത്തിന്റെ കോടതി നിന്നെ ശിക്ഷിക്കത്തില്ല. അതിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ വീണ്ടെടുപ്പ് സാധ്യമായിരിക്കുന്നു. എന്ന് മാത്രമല്ല, ആദം മുഖാന്തരം നമ്മളിലേക്ക് കടന്നു വന്ന പിതൃ പാരമ്പര്യ പ്രകാരമായിരിക്കുന്ന ശാപങ്ങളും യേശുക്രിസ്തു ക്രൂശിൽ വഹിച്ച് നമ്മളിൽ നിന്ന് മാറ്റിക്കളഞ്ഞതാണ്. അത് വിശ്വസിച്ചിരുന്നെങ്കിൽ ഇനി ആദമിന്റെ പാപത്തിനോ പിതൃ പാരമ്പര്യത്തിനോ നമ്മുടെ മേൽ അധികാരം ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ നമ്മൾ പറയും അപ്പന്മാർ ചെയ്ത തെറ്റിന്റെ മക്കൾ ശിക്ഷ അനുഭവിക്കണം, അത് സ്വാഭാവികമാണ്. എന്നാൽ യേശുക്രിസ്തുവിലേക്ക് മനം തിരിഞ്ഞ ഒരു മകനുണ്ടെങ്കിലോ, നിന്റെ അപ്പൻ എത്രമാത്രം പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു ശിക്ഷയും നിന്റെ മേലോ നിന്റെ തലമുറയുടെ മേലോ വരുത്തില്ല. കാരണം എന്താണ്? ഒരുവൻ യേശുക്രിസ്തുവിലായാൽ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് എഴുതിയിരിക്കുന്നു. ആകയാൽ പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നു. പിതൃപാരമ്പര്യം ഇവിടെ തീർന്നു പോകുകയാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്. ആകയാൽ ആ ക്രൂശിലേക്ക് നോക്കുകയും അവൻ നിനക്ക് പകരക്കാരനായിട്ട് മരിച്ചിരിക്കുന്നു. നിന്റെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റിരിക്കുന്നു. നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഈ ദൈവപുത്രനിൽ നീ വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിനക്ക് സമാധാനത്തോടെ ജീവിക്കാം, സമാധാനത്തോടെ മരിക്കാം. മരിച്ചതിന് ശേഷം സമാധാന പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും മരണത്തിന് മേൽ ജയോത്സവം കൊണ്ടായിട്ട് നമുക്ക് ജീവിക്കുകയും ചെയ്യാം. ആകയാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. മാനസാന്തരപ്പെട്ടാൽ മതി. എന്താണ് ഈ മാനസാന്തരം? വീണ്ടും പറയുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതൃ പാരമ്പര്യങ്ങളെ തള്ളിക്കളയണം. നമ്മുടെ പാരമ്പര്യങ്ങളെ നമ്മൾ ഉപേക്ഷിച്ച് കളയണം. നമ്മുടെ പൗരോഹിത്യങ്ങളെ നമ്മൾ ഉപേക്ഷിച്ച് കളയണം. ക്രിസ്തീയ മതം ഉൾപ്പെടെ ഞാൻ പറയുന്നത് എല്ലാ ജാതി മതസ്ഥരും പറയുന്നു നമുക്ക് ഇന്നേ വരെ രക്ഷ നൽകി തരുവാൻ കഴിയാത്ത, രാഹുകാലത്ത് രക്ഷ തരുവാൻ കഴിയാത്ത, ചൊവ്വായുടെയും കേതുവിന്റെയും മകരത്തിന്റെയും നക്ഷത്രങ്ങളുടെ ശക്തികൾ നമ്മളെ വിടുവിപ്പാൻ കഴിയാത്ത നമ്മുടെ കഴിഞ്ഞ കാലത്തെ എല്ലാ പാരമ്പര്യ സ്വഭാവങ്ങളും തള്ളിക്കളഞ്ഞ് നിങ്ങൾ യേശുക്രിസ്തുവിനെ ഏക രക്ഷകനായിട്ട് അംഗീകരിക്കണം. കാരണം അവൻ മാത്രമേ നിങ്ങളെ സ്നേഹിക്കുന്നുള്ളൂ. അവൻ മാത്രമേ നിനക്ക് പകരക്കാരനായിട്ട് മരിച്ചിട്ടുള്ളൂ. അവൻ മാത്രമേ സ്വർഗം വിട്ട് നിന്റെ പാപത്തിന്റെ ശിക്ഷ ഏൽപ്പാൻ ദൈവകോടതിയുടെ മുമ്പിൽ ക്രൂശിൽ വന്ന് മരിച്ചിട്ടുള്ളൂ. അവൻ മാത്രമേ അടക്കപ്പെട്ടുവെങ്കിലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിട്ട്
വീണ്ടും രാജാവായിട്ട് മടങ്ങി വരുവാനുള്ളൂ. മറ്റതെല്ലാം ഭൂമിയോട് കൂടെ നശിച്ചു പോകും. അതേ, ഭൂമിയെ സൃഷ്ടിക്കാത്ത ദൈവങ്ങളോ അതെല്ലാം എന്താണ് ഭൂമിയോട് കൂടെ നശിച്ചു പോകും. എന്നാൽ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ഈ കർത്താവ് എന്നേക്കും നിലനിൽക്കും പ്രിയപ്പെട്ടവരെ. ആകയാൽ മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ പിതൃപാരമ്പര്യങ്ങളും മതഭക്തിയും നമ്മളെ വഞ്ചിച്ച് കളയുന്ന, ബൈബിളിന് വിരുദ്ധമായിരിക്കുന്ന, ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് നമുക്ക് ഉപദേശം നൽകി തരുന്ന പാരമ്പര്യങ്ങളെയും അതിൽ നിലനിൽക്കുന്ന പുരോഹിതന്മാരുടെ ഉപദേശങ്ങളെയും തള്ളിക്കളഞ്ഞ് ഈ രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിനെ ഏകനായിട്ട് നിങ്ങൾ അംഗീകരിക്കണം. ഏക രക്ഷകനായിട്ട് അംഗീകരിക്കണം. രണ്ട് രക്ഷകന്മാരില്ല പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തു മാത്രമേ സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ളൂ. യേശുക്രിസ്തു മാത്രമേ സ്വർഗത്തിലേക്ക് തിരിച്ചു പോയിട്ടുള്ളൂ. അവൻ മാത്രമേ സ്വർഗത്തിൽ നിന്ന് ഭൂമിയുടെ അധികാരിയായിട്ട് മടങ്ങി വരുവാനും ഉള്ളത് കൊണ്ട് അവൻ മാത്രം ഏക രക്ഷകനും ഏക കർത്താവുമായിട്ട് നിങ്ങൾ അംഗീകരിക്കണം. നിങ്ങൾ ഏത് ജാതി മതസ്ഥരായാലും ശരി, നിങ്ങൾക്ക് ദേഷ്യമാണ്, മതപരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നോട് വിദ്വേഷമാണ്, എന്നാൽ പ്രിയപ്പെട്ടവരെ, മരിച്ചതിന് ശേഷം നമ്മളെല്ലാം വീണ്ടും ക്രിസ്തുയേശുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ കണ്ടുമുട്ടുമ്പോൾ ഞാൻ നിങ്ങളെ എത്ര സ്നേഹിച്ചുവെന്നും ഞാൻ പറഞ്ഞത് എത്രമാത്രം സത്യമായിരുന്നുവെന്നും നിങ്ങൾക്ക് അന്ന് ബോധ്യപ്പെടും. പക്ഷെ അന്ന് പ്രയോജനമില്ല. ഇന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ പ്രയോജനമുള്ളൂ. അതുകൊണ്ടാണ് ഒരിക്കൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞു. അവൻ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അവന്റെ ശിഷ്യന്മാര് 10 പേര് ഒന്നിച്ചൊരു മുറിയിൽ ഇരിക്കുകയാണ്. അവിടെ എന്താണ് ഒരുവൻ എന്താണ് യൂദ കഴിഞ്ഞുപോയി. അവൻ തൂങ്ങിച്ചത്തു. കർത്താവിനെതിരെ നിന്ന യൂദ മരിച്ചുപോയി. തൂങ്ങിച്ചത്ത് അവന്റെ കുടല് പോലും തെറിച്ചുപോയി. എന്നാൽ അവിടെ തോമസ് എന്ന് പറഞ്ഞ ശിഷ്യൻ അന്നേരം മുറിയിൽ പുറത്ത് എന്തിനും ആവശ്യത്തിന് പോയതാണ്. അവിടെ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. അത് തോമസ് വന്നപ്പോൾ മറ്റ് ശിഷ്യന്മാര് വന്ന് അവനോട് പറഞ്ഞു, എടാ, നമ്മുടെ കർത്താവ്, നമ്മുടെ യേശു ഇതാ ജീവിച്ച് ഇരിപ്പുണ്ട്, അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞപ്പോഴേ ഈ ബുദ്ധിമാനായിരിക്കും തോമസ് പറഞ്ഞു, എടാ, ഞാൻ ഒരു ബുദ്ധിമാനായ മനുഷ്യനാണ്. നിങ്ങൾ പറയുന്ന പോഷത്വമൊന്നും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ അവന്റെ ആ ആണി അടിച്ച ആ കയ്യിൽ ഒന്ന് തൊട്ട് നോക്കിയിട്ടും അവന്റെ കുന്തം കൊണ്ട് അവന്റെ മാർബിൾ അവൻ തുളച്ചു കളഞ്ഞിരുന്നു. ആ തുളയ്ക്കപ്പെട്ട മാർബിൾ എന്റെ കരം ഇട്ടിട്ട് നോക്കി ഞാൻ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞുപോയി. എന്നാൽ എന്താണ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവരെല്ലാവരും കൂടെ അടച്ചിട്ട് മുറിയിലിരിക്കുമ്പോൾ യേശുക്രിസ്തു അവരുടെ നടുവിൽ പ്രത്യക്ഷനായിട്ട് അവന്റെ ആണിപ്പാടുള്ള കരം തോമസിന്റെ നേരെ നീട്ടി. അവന്റെ വിലാപ്പുറം അവന് കാണിച്ചു കൊടുത്തു. അതായത് കുന്തം കൊണ്ട് തുളയ്ക്കപ്പെട്ടവന്റെ മാർബിടും അവന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, തോമസേ, ഇതാ നിന്റെ വിരല് എന്റെ ആണിപ്പഴുതിലേക്ക് ഇട്ടുകൊള്ളുവിന്, നിന്റെ കയ്യ് എന്റെ വിലാപ്പുറത്ത് ഇട്ടുകൊള്ളുവിനെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ്, തോമസ് സാഷ്ടാംഗം വീട് നമസ്കരിച്ചു. എന്റെ ദൈവവും എന്റെ കർത്താവുമായിട്ടുള്ളവനെ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. കാണുന്ന ഒരു കാര്യത്തിന് വേണ്ടി എന്തിനാ വിശ്വസിക്കുന്നത് പ്രിയപ്പെട്ടവരെ? കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. ഞാൻ യേശുക്രിസ്തുവിനെ കണ്ടോ? ഇല്ല, പക്ഷെ ഞാൻ അവനെ സ്നേഹിക്കുന്നു. നോക്ക്, ഞാൻ അവനെ കണ്ടിട്ടില്ലെങ്കിലും അവനെ സ്നേഹിക്കുന്നു. ഈ വിശ്വാസമുള്ളവർക്കാണ് രക്ഷ എന്ന് പറയുന്ന അനുഭവം ഉണ്ടായിരിക്കുന്നത്. ആകയാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, അവൻ നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെ മാനസാന്തരപ്പെട്ട് ഇവനല്ലാതെ മറ്റൊരു ആരാധനാ പുരുഷനില്ല. മറ്റാരെ ആരാധിച്ചാലും നിങ്ങൾ ലജ്ജിച്ചു പോകും പ്രിയപ്പെട്ട. മനുഷ്യരെ ആരാധിച്ചാലും യേശുക്രിസ്തു അല്ലാതെ മറ്റേതൊരു വ്യക്തിത്തെയും ഏതൊരു നാമത്തിനെ നിങ്ങൾ ആരാധിച്ചാലും നിങ്ങൾ യേശുക്രിസ്തു നാളിൽ നിന്നാപാത്രങ്ങളായിട്ട് നരകവിധിയിലേക്ക് ഒടുങ്ങിപ്പോകും. അങ്ങനെ മാനസാന്തരപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ സ്നാനമേൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വരുന്നത്. നിത്യജീവൻ, എന്നേക്ക് ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് വരുന്നത് ഈ സ്നാനത്തിലാണ്. ആകയാൽ അതിനെ എതിർക്കുകയും അത് ചെയ്യരുതെന്ന് പറയുന്നവരെല്ലാവരും നിങ്ങളുടെ ശത്രുക്കളാണ്. ആരായാലും നിങ്ങൾ മരിച്ച് നശിച്ചു പോകുന്നത് കാണുവാൻ അവർ ആഗ്രഹിക്കുന്നു. കാരണം അവർക്ക് അങ്ങനെ സത്യം അറിയാൻ വയ്യാഴിയാലോ, സത്യം അറിഞ്ഞിട്ടും മനുഷ്യരുടെ മുമ്പുള്ള ബഹുമാനം ആഗ്രഹിച്ചിരിക്കാലോ നിങ്ങളെ സത്യത്തിൽ നിന്ന് അവർ തടുത്തു കളയാണ്. ആകയാൽ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ കൂടെ ക്രൂശിൽ മരിപ്പാൻ സ്നാനമേൽക്കുമ്പോൾ ദൈവം തന്റെ ആത്മാവിനെ, അതായത് മരിച്ചവനെ ഉയർപ്പിക്കുന്ന യേശുക്രിസ്തുവിനെ കല്ലറയിൽ അടക്കിയെങ്കിലും അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഈ പരിശുദ്ധാത്മാവാണ്. അതേ ആത്മാവിനെ നിനക്ക് തരാം. നീ ഇന്ന് വരെ കള്ളു കുടിച്ചവനാണ്, ദൈവത്തിനറിയാം. ഇന്ന് വരെ നീ കർത്താവിനെ വിട്ട് മറ്റുള്ളവരെ സേവിച്ചാണ്, ദൈവത്തിനറിയാം. പക്ഷെ നീ മനം തിരിഞ്ഞു വന്നാൽ ആ ദൈവത്തിന്റെ ആത്മാവിനെ നിനക്കും കൂടെ തരുവാൻ വേണ്ടി ദൈവം സമ്പന്നനാണ്. അവൻ നൽകി തരുവാൻ ദാനശീലമുള്ളവനുമാണ്. ആകയാൽ ഈ യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാളെ നമ്മളും മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടാലും പ്രിയപ്പെട്ടവരെ, നാളെ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ നമ്മളും കല്ലറകളെ വിട്ട് എഴുന്നേറ്റ് വരും. നിന്റെ ബന്ധുക്കൾ നിന്നെ ചാരമാക്കി ദഹിപ്പിച്ചു കളഞ്ഞാലോ ആ ചാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് യേശുക്രിസ്തുവിനോട് കൂടെ 1000 വർഷം ഭൂമി വാഴും. പ്രിയപ്പെട്ടവരെ, പറ, ഇത് സത്യമാണോ മിഥ്യയാണോ? ഇത് സത്യമെങ്കിൽ ഞങ്ങൾ പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ? ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിലേക്ക് തിരിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 1000 വർഷം കഴിഞ്ഞ് ലോകം അവസാനിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ എന്നേക്കും ജീവിക്കും. ഇനി മരണത്തിന് നമ്മളെ പിടിച്ചു വെക്കുക സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. ആകയാൽ ഉന്നത ഭാവങ്ങളെ താട്ടി നഗളഹൃദയങ്ങളെ വിട്ട് പാപ സ്വഭാവങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പിനായിരിക്കുന്ന ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് അവന്റെ നാമത്തിൽ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ആത്മാവിനെ പ്രാപിച്ച് അവന് വേണ്ടി വിശുദ്ധിയോടെ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ഇന്ന്
ഇന്നല്ലെങ്കിൽ നാളെ അവൻ മടങ്ങി വരും. അവൻ നമ്മുടെ ഈ ദ്രവിച്ചു പോകുന്ന ശരീരം മാറ്റും. തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം അവൻ നമ്മളെ ധരിപ്പിച്ച് നമ്മൾ എന്നേക്കും അവനോടുകൂടെ ഭൂമിയിൽ 1000 വർഷവും അതിനുശേഷം ലോകാവസാനത്തിന് ശേഷം നമ്മൾ നിത്യമായിരിക്കുന്ന സ്വർഗത്തിലേക്ക് ഒരിക്കലും തീർന്നു പോകാത്ത നിത്യ സൗഭാഗ്യത്തിലേക്ക് നമ്മൾ ചിറക് വിരിച്ച് പറന്നു പോവുകയും ചെയ്യും. ഞാൻ മാത്രമല്ല, എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും വരണം. നമുക്ക് ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണം. നാളെ യേശുക്രിസ്തു വാനമേഘത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ ഒന്നിച്ച് അവനെ എതിരേറ്റ് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് രാജാവകാശത്തിൽ അവനെ വാഴിക്കണം. പ്രിയപ്പെട്ടവരെ, ആർക്കതിന് മനസ്സുണ്ട്? ആരെങ്കിലും പുരുഷന്മാരുണ്ടെങ്കിൽ, പൗരുഷമുള്ളവരുണ്ടെങ്കിൽ സത്യത്തിന് വേണ്ടി നിൽപ്പിന് ആ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങനെയെങ്കിലും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാനും കർത്താവിന് കഴിയും. പ്രിയപ്പെട്ടവരെ, കർത്താവ് എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തത്തില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ പ്രശ്നങ്ങൾക്കല്ലേ പരിഹാരം വരുത്തുന്നത്? കാണുന്നവരുടെ എല്ലാം പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുമോ? ഇല്ല. നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ മക്കളായിട്ട് തീർന്നു കഴിഞ്ഞാൽ ആ മക്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പിതാവിന്റെ ഉത്തരവാദിത്വമായിരിക്കാൻ നാം മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളായിട്ട് തീർന്നു കഴിയുമ്പോൾ ദൈവം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് വരുത്തും. ആകിയാൽ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അത്യധികമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രസംഗം ഞാൻ നിർത്തുകയാണ്.